എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. സിക്കിമിലെ വിശേഷങ്ങളുമായാണ് ഞാൻ കഴിഞ്ഞ തവണ വന്നത്. ഗാങ്ടോക്ക് തൊട്ടുള്ള വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞങ്ങൾ സന്ധ്യയ്ക്ക് മുൻപ് ഗാങ്ടോക്കിലെത്തി. രാത്രി ഞങ്ങൾ ടൗൺ കാണാൻ പുറപ്പെട്ടു. വൈദ്യുതപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന വൃത്തിയുള്ള നഗരം. എവിടെയും വേസ്റ്റ് ഒന്നും കൂട്ടിയിട്ടിട്ടില്ല. റോഡിനെ 2 ഭാഗങ്ങളായി പകുത്തുകൊണ്ട് നീളത്തിൽ തിണ്ട് കെട്ടിയിരിക്കുന്നു. അതിനു മുകളിൽ ഇടവിട്ട് പൂച്ചട്ടികൾ വരിവരിയായി വെച്ചിരിക്കുന്നു. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ. നയനാഭിരാമമായ കാഴ്ച. ആളുകളുടെ തിരക്ക് നന്നായുണ്ട്. വളരെ വൃത്തിയായി വസ്ത്രധാരണം ചെയ്തവർ. നഗരക്കാഴ്ചകളിൽ മുങ്ങി ഞങ്ങൾ നടന്നു. റോഡിന് ഇരുവശവും ഷോപ്പുകളിൽ വിൽപ്പനയ്ക്കായി നിർത്തിയ വസ്തുക്കൾ. അതുകൂടാതെ വഴിയോര വാണിഭം ഏറെയുണ്ട്. മിക്ക കടകളിലും പൊതുവായുള്ള ഒരു വസ്തു ബുദ്ധ പ്രതിമകളാണെന്ന് തോന്നി. വലിപ്പത്തിനും ഗുണത്തിനും അനുസരിച്ചാണ് വില. കളിമണ്ണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, മെറ്റൽ എന്നിവ കൊണ്ടൊക്കെ നിർമ്മിച്ച വിവിധ വലിപ്പത്തിലുള്ള ബുദ്ധപ്രതിമകൾ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം പറഞ്ഞറിയിക്കുന്നു. ആളുകൾ വളരെ സമാധാനപ്രിയരാണെന്ന് തോന്നി. ഏത് കടയിൽ കയറിയാലും അതിഥികളെ സ്വീകരിക്കുന്ന പോലെ കടക്കാരൻ്റെ പെരുമാറ്റം ഏവരെയും അത്ഭുതപ്പെടുത്തും. വിവിധ നാട്ടിൽ നിന്നെത്തിയ ടൂറിസ്റ്റുകളും നാട്ടുകാരും ഒരു പുഴ പോലെ ഒന്നിച്ചൊഴുകുന്ന കാഴ്ച. ഐ ലവ് ഗാങ്ടോക്ക് എന്നെഴുതിയ വലിയ ബോർഡിന് താഴെ നിന്നുകൊണ്ട് ഫോട്ടോയെടുക്കാൻ സന്ദർശകർ തിരക്കുകൂട്ടുന്നു. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി രാത്രി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോന്നു. ഗാങ്ടോക്കിലെ ഒരു പ്രധാന കാഴ്ചയാണ് താഷി വ്യൂ പോയിൻ്റ്. ഗാങ്ടോക്കിൽ നിന്നും 8 കിലോമീറ്റർ അകലെയാണ് താഷി വ്യൂ പോയിൻ്റ്. നിരവധി പടികൾ കയറി വേണം മുകളിലെത്താൻ. മുകളിലെത്തിയ നിരപ്പായ പ്രതലത്തിൽ നിന്നുകൊണ്ട് ചുറ്റും നോക്കിയാൽ ചുറ്റും പർവ്വതനിരകൾ കാണാം. അങ്ങ് ദൂരെ കാഞ്ചൻജംഗ എന്ന കൊടുമുടി തല ഉയർത്തി നിൽക്കുന്നു. ലോകത്തിലെ കൊടുമുടികളിൽ 3-ാം സ്ഥാനത്താണ് കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. 28,169 അടി ഉയരത്തിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും പൂത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചെറുവൃക്ഷങ്ങൾ. വിദൂരത്തിൽ നിന്ന് നോക്കിയാൽ ബൊഗേൻവില്ല പോലെ തോന്നും. പക്ഷേ അതല്ല. മെലാസ്റ്റോമയുടെ ഇലകൾ പോലെ തോന്നിക്കുന്ന ഇലകളാണ്. എന്നാൽ പൂക്കൾ കുറച്ചുകൂടി വലിയ ഇതളുകളുള്ളവ. താഴെ പടിക്കെട്ട് വരെ ഈ പൂക്കാഴ്ചയാണ്. ഉയരങ്ങളിലേക്ക് നോക്കിയാൽ നീല മലനിരകളുടെ ഒരു ശൃംഖലയും. താഷി വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി ഉച്ചഭക്ഷണം കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. ലേച്ചനിലായിരുന്നു ഇനി എത്തേണ്ടത്. അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. യാത്ര കുറച്ച് പ്രയാസം നിറഞ്ഞതായിരുന്നു. കല്ലും പാറയും പൊടിയും നിറഞ്ഞ വഴികൾ. റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നു. പല സ്ഥലങ്ങളിലും പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കോൺക്രീറ്റ് പാലം തകർന്നതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. കുറച്ചു മാറി അതിനു സമാന്തരമായി പട്ടാളക്കാർ നിർമ്മിച്ച ബെയിലി പാലവുമുണ്ട്. അതിനു മുകളിലൂടെയാണ് വണ്ടി നീങ്ങിയത്. ചിലയിടത്ത് പാലം പണി പുരോഗമിച്ചു വരുന്നു. വലിയ മലകൾ തകർന്നു വീണ് ചിതറിക്കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ താഴെ ഒഴുകുന്ന പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അഗാധമായ താഴ്ചയിൽ പുഴ നേർമയായി ഒഴുകുന്നു. വേനൽക്കാലമായതിനാലാണിങ്ങനെ. മഴക്കാലത്ത് ഈ നദി അല്പം സംഹാരരുദ്രയാവും. സിക്കിമിലെ പ്രധാന നദിയായ തീഷ്ട നദിയാണിത്. യാത്ര ചെയ്ത് തങ്കു വാലിയിലെത്തി. തങ്കു വില്ലേജിലൂടെ യാത്ര ചെയ്ത് ഞങ്ങളൊരു ഹോട്ടലിൽ എത്തിച്ചേർന്നു. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് തന്നെ യാത്ര പുറപ്പെട്ടു. പാറ പൊടിഞ്ഞ് വഴി ഒരു പൊടിക്കൂമ്പാരമായിരിക്കുന്നു. മൂടൽമഞ്ഞ് പോലെ പൊടി അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. വണ്ടി പൊടിയിൽ കുളിച്ചിരുന്നു. ഉയർന്ന പാറക്കൂട്ടങ്ങൾക്ക് താഴെ കൂടി പോകുമ്പോൾ മലമുകളിൽ നിന്നും കുതിച്ചു വരുന്ന അരുവിച്ചാലുകൾ വാഹനങ്ങൾക്ക് മുകളിൽ പതിക്കും. വാഹനങ്ങൾ 5 നിമിഷം നിർത്തി വീണ്ടും യാത്ര തുടരും. ഫ്രീ ആയി ഒരു കാർ വാഷ്. പ്രകൃതിയുടെ അനുഗ്രഹം ഇങ്ങനെയും കിട്ടുന്നു എന്ന് ഞാൻ ഓർത്തു. പൊടിയൊക്കെ പോയി. വണ്ടി ക്ലീനായി. കുറച്ചുകൂടി യാത്ര ചെയ്തപ്പോൾ നല്ല റോഡിലേക്ക് എത്തി. സിക്കിമിലെ തെങ്ങ് വില്ലേജിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. തെങ്ങ് വില്ലേജിലുള്ള ഒരു പ്രധാനപ്പെട്ട ടണലാണിത്. തെങ്ങ് ടണൽ എന്നു തന്നെയാണ് ഇതിൻ്റെ പേര്. ഈ ടണലിന് 578 മീറ്റർ നീളമുണ്ട്. ലേച്ചനിൽ നിന്നും ലാച്ചുങ്ങിലേക്ക് പോകുന്ന വഴിയിലാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങൾ എത്തിച്ചേർന്നത് കാലാപത്താർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്. കറുത്ത നിറത്തിൽ തല ഉയർത്തി നിൽക്കുന്ന വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മലനിരകൾ ചുറ്റിനും ഉയർന്നു നിൽക്കുന്നു. താഴ്വരയിൽ ഐസ് വീണ് വെള്ളപ്പട്ട് വിരിച്ചിരിക്കുന്നു. എല്ലാവരും ഐസിൽ അള്ളിപ്പിടിച്ച് മലഞ്ചെരുവുകളിലേക്ക് വലിഞ്ഞു കയറി. അവിടെ ഐസിൽ നടക്കുന്നത് അപകടമാണ്. എപ്പോഴാണ് കാല് താണു പോവുക എന്നറിയില്ല. ഗ്രൂപ്പായി പോകുന്നത് കുറച്ചുകൂടി നന്നാവും. ഒരു പ്രശ്നം വന്നാൽ സഹായിക്കാൻ ആളുണ്ടാവും. വടക്കൻ സിക്കിമിലാണ് ഈ കാലാപത്താർ. 15,500 അടി ഉയരത്തിലാണ് ഈ കറുത്ത മലകൾ. ഇവിടെ താപനില 0-നും 10 ഡിഗ്രിക്കും ഇടയിലാണ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ. അത് ചെറുതായി മാറിക്കൊണ്ടിരിക്കും. ശരിക്കും നല്ല തണുപ്പുള്ള സ്ഥലം തന്നെയാണ് ഈ കാലാപത്താർ.
ശരിക്കു പറഞ്ഞാൽ വർഷം മുഴുവനും ഇവിടെ മഞ്ഞു നിറഞ്ഞു കിടക്കും. കാലാപത്തർ സന്ദർശിച്ച് കുറേ സമയം അവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ പോയത് ഗുരുഡോങ്മാർ ലേക്കിലേക്കാണ്. 17,800 അടി ഉയരത്തിലാണ് ഈ ലേക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലേക്കുകളിൽ ഒന്നാണ് ഗുരുഡോങ്മാർ ലേക്ക്. ഗാങ്ടോക്കിൽ നിന്നും 190 കിലോമീറ്റർ അകലെയാണിത്. ചൈനീസ് ബോർഡറിൽ നിന്നും 5 കിലോമീറ്റർ ഇപ്പുറം. ലാറ്റനിൽ നിന്ന് തങ്കുവാലി വഴിയാണ് ഇവിടേക്ക് എത്തുക. നവംബർ മുതൽ മെയ് വരെയാണ് ഇത് തണുത്തുറഞ്ഞു കിടക്കുന്നത്. അതിൽ കുറച്ചു ഭാഗത്ത് മാത്രമാണ് വെള്ളം കാണാനാവുക. നീല ജലാശയം. 290 ഏക്കർ സ്ഥലത്ത് ഈ ലേക്ക് പരന്നു കിടക്കുന്നു. ഈ ലേക്കിനെ പറ്റി ഒരു കഥയുണ്ട്. ഗുരു പത്മസംഭവ 8-ാം നൂറ്റാണ്ടിൽ ഇവിടെ സന്ദർശിച്ചു എന്ന് പറയപ്പെടുന്നു. അക്കാലത്ത് വർഷം മുഴുവനും തണുത്തുറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ ലേക്ക്. ജനങ്ങൾക്ക് വെള്ളത്തിന് പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. അത് മനസ്സിലാക്കിയ ഗുരു ലേക്കിൻ്റെ ഒരു ഭാഗത്ത് കൈവെള്ള കൊണ്ട് ഒന്ന് സ്പർശിച്ചു. ക്രമേണ ആ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് മഞ്ഞുരുകി വെള്ളമായി തീർന്നു എന്നൊരു കഥ സിക്കിമിൽ നിലനിൽക്കുന്നുണ്ട്. കുറച്ചു ഭാഗത്ത് ഒരു കാലത്തും വെള്ളം മഞ്ഞുകട്ടയാവില്ല എന്നതാണ് പറയപ്പെടുന്നത്. ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ജനതയുടെ വിശ്വാസമാണിത്. ഈ ഗുരുവിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ലേക്കിന് ഗുരുഡോങ്മാർ ലേക്ക് എന്ന പേര് വന്നത്. ഇവിടെയുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ 2% മാത്രമേ ഉള്ളൂ. ശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ തല കറങ്ങി വീണേക്കാം, ഛർദി ഉണ്ടായേക്കാം, അല്ല അങ്ങനെയൊക്കെ സംഭവിക്കും. ആയതിനാൽ ഓക്സിജൻ കിറ്റ് കൊണ്ടുപോവുക. താഴെ നിന്നും യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ഓക്സിജൻ കുപ്പികൾ വാങ്ങുക. 500-600 രൂപ വരും ഒരു കുപ്പിക്ക്. അത് പഫ് ചെയ്യേണ്ട വിധം പട്ടാളക്കാർ തന്നെ പറഞ്ഞു തരും. ഇടയ്ക്കിടയ്ക്ക് അത് പഫ് ചെയ്യണം. വെള്ളം ധാരാളം കുടിക്കണം. അധിക സമയം അവിടെ ചെലവഴിക്കരുത്. വേഗം തന്നെ തിരിച്ച് യാത്ര തുടരുക. സത്യം പറഞ്ഞാൽ ഗുരുഡോങ്മാർ ലേക്കിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങളുടെ കയ്യിലെ ഓക്സിജൻ കിറ്റിലെ ഓക്സിജൻ തീർന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. ലാച്ചുങ്ങിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങളൊരു വെള്ളച്ചാട്ടം കണ്ടത്. ഭീംനല വാട്ടർഫാൾസ് എന്നാണ് അതിൻ്റെ പേര്. അമിതാഭ് ബച്ചൻ വെള്ളച്ചാട്ടം എന്ന മറ്റൊരു പേര് കൂടി അതിനുണ്ടെന്ന് പറയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 8,600 അടി ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഉയരങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നിൽക്കുമ്പോൾ ആകാശത്ത് നിന്നും മറിഞ്ഞു വരും പോലെ ഒരു വെള്ളച്ചാട്ടം. തട്ടുതട്ടായി അതങ്ങനെ താഴോട്ട് പതിക്കുന്നത് കാണാൻ മനോഹരമായ കാഴ്ചയാണ്. ഉയരത്തിൽ നിന്നുള്ളൊരു പതനമാണത്. മൂടൽമഞ്ഞ് വരാൻ തുടങ്ങിയിരുന്നു. അതോടെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച മങ്ങി തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലാച്ചുങ്ങിലെ ഹോട്ടലിലെത്താൻ വേണ്ടി യാത്ര തിരിച്ചു.